നമസ്കാരം. ഞാൻ കൃഷ്ണദാസ്, ആഞ്ജനേയ ജ്യോതിഷാലയം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം മാനയോധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. കൊല്ലവർഷം 2024 ജൂലൈ മാസം 16 തീയതി ചൊവ്വാഴ്ച തുടങ്ങിയിട്ട് 2024 ഓഗസ്റ്റ് മാസം 16 തീയതി വരെ വരുന്ന 32 ദിവസം കർക്കടക മാസം അല്ലെങ്കിൽ രാമായണ മാസമായി നമ്മൾ ആചരിക്കുന്നു. ഈ രാമായണ മാസത്തിൽ പ്രധാനമായിട്ടും അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ പ്രധാനമായിട്ടും ഈ 32 ദിവസം കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും രാമായണം പരിപൂർണമായിട്ട് വായിക്കുന്നത് വളരെ ഗുണകരമായിട്ട് ഭവിക്കും. കുടുംബത്തിലെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും അതുപോലെ തന്നെ രോഗവിമുക്തിക്കും എല്ലാം തന്നെ രാമായണ പാരായണം വളരെ ഗുണകരമായി ഭവിക്കും എന്നുള്ളതാണ് പറയേണ്ടത്. ഈ രാമായണ മാസത്തോട് ഒപ്പം തന്നെ കർക്കിടക മാസത്തിൽ സ്വതവേ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് തന്നെ നമ്മൾക്ക് ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ സ്വതവേ ശരീരത്തിന് ഊർജം കുറയുന്നതും പ്രതിരോധ ശക്തി കുറയുന്നതുമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കർക്കിടക ചികിത്സ, കർക്കിടക കഞ്ഞി, മരുന്ന് ചികിത്സ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ശരീരത്തിന് വരുന്നതായിട്ടുള്ള ആരോഗ്യക്കുറവിനെ പരിഹരിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്യും. അതോടൊപ്പം തന്നെ കർക്കിടകത്തിൽ വരുന്ന ഈ വിപരീതമായിട്ട് വരുന്ന അസുഖങ്ങളെയും നെഗറ്റീവ് എനർജികളെയും എല്ലാം കളയാനും കൂടിയായിട്ടാണ് ഈ കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കുന്നത്. പിന്നെ ശ്രീരാമനെ സംബന്ധിച്ച് പറയുമ്പോൾ കർക്കിടക ലഗ്നത്തിൽ അല്ലെങ്കിൽ കർക്കിടകം ഉദിച്ചു നിൽക്കുമ്പോൾ ലഗ്നമായി കർക്കിടക ലഗ്നത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീരാമൻ. അപ്പോൾ സത്യത്തിൻ്റെ ദേവനായിട്ടും സത്യത്തിനും നീതിക്കും വേണ്ടി എന്നും നിലകൊണ്ടിരുന്ന ഒരു സങ്കല്പമായിട്ടാണ് ശ്രീരാമനെ നമ്മൾ കാണുന്നത്. ശ്രീരാമൻ എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായിട്ട് സങ്കല്പിക്കുന്നു. അതുപോലെ തന്നെ നാലമ്പലം തൊഴുകൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു സവിശേഷതയാണ്. അത് രാമായണ പുണ്യമാസക്കാലത്ത് എല്ലാ ഭക്തജനങ്ങളും ഈ നാലമ്പല ദർശനം വളരെ ഭക്തിയോടും വളരെ നിഷ്ഠയോടും കൂടി അനുഷ്ഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മാത്രമല്ല കർക്കിടക മാസത്തിൽ നമ്മൾ ക്ഷേത്രങ്ങളും ഗൃഹങ്ങളും ഒരുപോലെ ഉണരുന്ന ഒരു സമയമാണ്. അതായത് ക്ഷേത്രങ്ങളിലും ഈ ഗൃഹത്തിലും രാമായണ പാരായണം നിത്യവും ഉണ്ടാവും. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമവും ഭഗവതി സേവയും നമ്മൾ നടത്തി വരാറുണ്ട്. ചിലവർ ഗൃഹത്തിലും ഇത് അനുഷ്ഠിക്കാറുണ്ട്. അതുപോലെ കർക്കിടക സംക്രാന്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ജ്യേഷ്ഠാ ഭഗവതിയെ പുറത്ത് കളഞ്ഞ്, അതായത് വീട്ടിലുള്ള എല്ലാ വൃത്തിഹീനമായ സംഗതികളും പുറത്ത് കളഞ്ഞ് ശുഭത്തെ വരവേൽക്കാനായിട്ട് വീട് വൃത്തിയാക്കി വളരെ ഭയഭക്തിയോടുകൂടി രാമായണ പാരായണം ചെയ്യുകയും നാമജപത്താലും വീടും പരിസരവും ഒക്കെ ഉണർന്ന് പ്രകൃതിയും അനുകൂലമായി കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് ഈ രാമായണ പുണ്യമാസം എന്ന് പറയുന്നത്. രാമായണ പാരായണം മാത്രമല്ല, നമ്മൾ നാരായണനെ ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശ്രീരാമനാമം ജപിക്കുന്നതും ഒക്കെ വളരെ ശ്രേഷ്ഠമാണ്. രാമായണ മാസക്കാലത്ത് നമ്മൾ മത്സ്യമാംസാദികൾ വെടിഞ്ഞ്, അതായത്
ഈ ഒരു കാലയളവിൽ പ്രത്യേകിച്ചും ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് കട്ടി ആഹാരങ്ങൾ ദഹിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മത്സ്യമാംസാദികൾ വെടിഞ്ഞ് ഈ 32 ദിവസക്കാലം ഒരു പുണ്യമാസമായിട്ട് കൊണ്ടാടുന്നത് വളരെയധികം ശ്രേയസ്കരമാണ്. പിന്നെ രാമായണ പാരായണത്തോടൊപ്പം തന്നെ നമ്മൾക്ക് മനഃശുദ്ധി ഉണ്ടാകുകയും അതുപോലെ നമ്മൾക്ക് കുടുംബത്തിൽ സമാധാനവും ഐക്യതയും വരാനും ഇത് വളരെ അധികം ഗുണം ചെയ്യും. ശ്രീരാമക്ഷേത്ര ദർശനം നടത്തുന്നതും ശ്രീരാമന് മുല്ലപ്പൂമാല ചാർത്തുന്നതും അതുപോലെ ശ്രീരാമസ്വാമിക്ക് പാൽപ്പായസം നിവേദ്യം കൊടുക്കുന്നതും താമരമാല അർപ്പിക്കുന്നതൊക്കെ വളരെ വിശിഷ്ടമായ വഴിപാടുകളാണ്. ഈ 32 ദിവസക്കാലം നമ്മൾ വളരെ ഭയഭക്തിയോട് കൂടി തന്നെ ഈ ഒരു പുണ്യമാസത്തെ കാണേണ്ടതും അതിലൂടെ എല്ലാ ഭക്തജനങ്ങൾക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകണം എന്നും ഞാൻ പ്രത്യാശിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വീഡിയോൻ്റെ അവസാനം ഏകശ്ലോക രാമായണം നമ്മൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഷോർട്ട് ഫോട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് രാമായണം വായിക്കാൻ ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ സാധിക്കാതെ വരുന്ന ഭക്തജനങ്ങൾക്ക് അത് പാരായണം ചെയ്യുന്നതിലൂടെ പൂർണ്ണമായി രാമായണം വായിക്കുന്ന ഫലം കിട്ടും എന്നുള്ളത് കൊണ്ട് അത് എല്ലാ ഭക്തജനങ്ങളും അത് വായിച്ച് ഭഗവാന്റെ അനുഗ്രഹവും ആശീർവാദവും കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.